ഇവർക്കിടയിൽ മൂന്നാമതൊരാൾ വന്നു. ആ മൂന്നാമത്തെ വ്യക്തി ആരായിരുന്നു? അതൊരു ലേഡി ആയിരുന്നു, ബിഗ് ബോസ് താരമായിരുന്നു. പേര് പറയാം, അറിയായിരിക്കും. വാനമ്പാടി സീരിയലിന്റെ നായികയായിരുന്നു സുചിത്ര നായർ. ഹായ് ഓൾ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വാനമ്പാടി സീരിയല്, അതുപോലെ സാന്ത്വന സീരിയലിന്റെ സംവിധായകന്റെ പേര് ഞാനിവിടെ പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആള് തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പോൾ ഒരു ഇന്റർവ്യൂ കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും ഒരുവിധം പേരൊക്കെ അത് കണ്ടിട്ടുണ്ടായിരിക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഭാര്യ റോണു ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട്, തൻ്റെ ലൈഫിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനത് കാണാനായിട്ടിടയായി. ഇപ്പോൾ സാധാരണ ഒരു മരിച്ച ആളെ കുറിച്ച് ഇനിയിപ്പോൾ എന്തെങ്കിലും സംസാരിക്കണോ വേണ്ടയോ എന്ന് ഞാൻ ആദ്യം ചിന്തിച്ചു. പിന്നെ എനിക്ക് തോന്നി ഒന്ന് സംസാരിക്കാം എന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. റോണ അതിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, തൻ്റെ ജീവിതം തകർത്തത് ഒരു സീരിയൽ നടിയാണ്, ഒരു ബിഗ് ബോസ് താരമാണ് എന്നാണ് പറഞ്ഞത്. താരത്തിൻ്റെ പേരും അതിൽ പറഞ്ഞിട്ടുണ്ട്, സുചിത്ര. വാനമ്പാടി സീരിയലിലെ നായിക സുചിത്രയാണ് തൻ്റെ ജീവിതം തകർത്തത്. തങ്ങളുടെ ജീവിതത്തിലേക്ക് മൂന്നാമതൊരാളായിട്ട് കടന്നു വന്ന് തൻ്റെ ജീവിതം ഇല്ലാതാക്കി എന്ന് പറയുന്നുണ്ട്. ഇവിടെ പലരും പറയുന്നൊരു കമൻസിലും കാര്യങ്ങളിലൊക്കെ വരുന്നൊരു കാര്യമുണ്ട്. ഇനിയിപ്പോൾ ഈ പെണ്ണിന് സംശയമായിരുന്നോ, ഭാര്യയ്ക്ക് ഭർത്താവിന് സംശയമായിരുന്നോ, റോണുവിന് സംശയമായിരുന്നോ എന്നൊക്കെയുള്ള ഒരു ചോദ്യങ്ങൾ വരുന്നുണ്ട് അവിടെ. സംശയം ആണെങ്കിലും അല്ലെങ്കിലും ഇപ്പോൾ ഒരു പൊതുവായി ഇടത്തിൽ വന്നിരുന്ന് സംസാരിക്കുകയാണ് ഈ സുചിത്ര നായർ എന്ന് പറയുന്ന വ്യക്തി. കാരണമാണ് തൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. താനിപ്പോൾ കടത്തിൽ നിൽക്കുകയാണ്. തനിക്ക് ഒരുപാട് ക്യാഷ് സുചിത്ര നായർ എന്ന് പറയുന്ന ഈ നായിക തരാനുണ്ട് എന്നുകൂടി അവിടെ പറയുന്നുണ്ട്. സുചിത്ര തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് എനിക്ക് ഇക്കാര്യത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് കഴിയില്ല. തെളിവുകളെല്ലാം റോണുവിന്റെ കയ്യിലുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ആ തെളിവുകൾ കാണിച്ചു തരാത്ത നിലയ്ക്ക് നമുക്കത് പറയാനായിട്ട് പൂർണ്ണമായിട്ട് കഴിയില്ല. പക്ഷെ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കാം, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് ഈ സീരിയൽ രംഗത്തുള്ള ഒരുപാട് പേർക്ക് അറിയായിരുന്നു. അവരെല്ലാവരും ഇതിൽ ഇടപെട്ടിരുന്നു. ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ അത്ര സുഖകരമായിരുന്ന ലൈഫായിരുന്നില്ല മുന്നോട്ട് പോയിരുന്നത് എന്നൊക്കെ നമുക്ക് ആ ഇന്റർവ്യൂ കാണുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇനിയിപ്പോൾ ഈ സുചിത്രയുമായിട്ടുണ്ടായിരുന്ന ബന്ധം എന്ത് എഫ്ഐആർ ആയിരുന്നോ എന്താണെന്നുള്ളത് അവിടെ കൃത്യമായിട്ട് പറയുന്നില്ലെങ്കിൽ പോലും അതൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് ഞാൻ കണക്കൂട്ടുന്നുള്ളൂ. ഇപ്പം നിലവിൽ ഞാൻ അങ്ങനെയാണ് കണക്കൂട്ടുന്നത്. ആ ഫ്രണ്ട്ഷിപ്പിന്റെ ബേസിസിൽ സുചിത്രയ്ക്ക് ഒരുപാട് ക്യാഷ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ആ ക്യാഷ് ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് മൂലം അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് മൂലം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോകുന്നതല്ലേ എപ്പോഴും നല്ലത്. ഫ്രണ്ട്ഷിപ്പൊക്കെ നല്ലതാണ്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. നല്ല ഫ്രണ്ട്ഷിപ്പ് ആവാം, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ സുചിത്രയും അങ്ങേരും തമ്മിൽ ഒരു മോശമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടായിട്ടേ ഉണ്ടാവില്ല. പക്ഷേ അയാളുടെ ഭാര്യയ്ക്ക് ആ ബന്ധം ഇഷ്ടപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളത് സ്വയം പിന്മാറുന്നത് തന്നെയല്ലേ എപ്പോഴും നല്ലത്. ഇപ്പം ഞാൻ സുചിത്രയെ പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്തല്ല. അപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും സുചിത്രേനെ ഞാൻ കുറ്റപ്പെടുത്താണെന്ന്. അല്ല, നമുക്കതിൻ്റെ സത്യാവസ്ഥ അറിയാത്തത് കൊണ്ട് ഒരാളെ നമുക്ക് പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്താനായിട്ട് ഒരിക്കലും സാധിക്കില്ല. പക്ഷേ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലേക്ക് മൂന്നാമതൊരാളായിട്ട് കയറി ചെല്ലുന്ന സമയത്ത് ഇപ്പോൾ ഭാര്യയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും അതിൽ നിന്ന് പിന്മാറണമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഭർത്താവിൻ്റെ ആണ് അത് ഇഷ്ടപ്പെടാത്തതെങ്കിൽ അവിടെ നമ്മൾ പിന്മാറണം. അതിപ്പോൾ ആരുടെ കാര്യമാണെന്നുണ്ടെങ്കിലും. ആ സ്ത്രീ അതിൽ വിഷമിച്ച് വളരെ സങ്കടത്തോടു കൂടി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, വലിയ ഹിറ്റായിട്ടുള്ള ഒരു സീരിയലായിരുന്നു സാന്ത്വനം എന്ന് പറയുന്ന സീരിയല്. അതിൻ്റെ പ്രൊഡ്യൂസറായിരുന്നു ചിപ്പി. അപ്പം ചിപ്പി ഒരുപാട് സഹായിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് കുട്ടികളുടെ പഠിത്തത്തിനും കാര്യത്തിനും. പക്ഷേ പിന്നീട് ഈ വർഷം വന്ന സമയത്ത് കുട്ടികളുടെ പഠിത്തത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ചിപ്പി സഹായിച്ചില്ല എന്ന് പറയുന്നു. എന്താണ് കാരണം എന്നറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഈ ഇന്റർവ്യൂ പുറത്തെത്തുന്ന സമയത്ത് ഒരുപാട് പേരുടെ എന്തായാലും ഇത് കാണുന്ന സമയത്ത് ആ വ്യക്തിക്ക് ഒരുപാട് വിഷമങ്ങൾ ഉള്ളത് ഇപ്പോൾ തുറന്നു പറയുന്നുണ്ട്. ആ വിഷമങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സഹായിക്കാൻ പറ്റാവുന്നവർ, പ്രത്യേകിച്ച് ആ മക്കളുടെ പഠിത്തത്തിന്റെ കാര്യത്തിൽ സഹായിക്കണമെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ ചിപ്പിക്കൊക്കെ അതിന് സാധിക്കുന്നതാണ്, അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ വർഷം എന്തുകൊണ്ടോ ചെയ്തില്ല എന്നും പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ കൊടുക്കാനുള്ള പൈസയൊന്നും കൊടുക്കണ്ട എന്ന് ചിന്തിക്കുന്നത് അത്ര നല്ല കാര്യമല്ല. അതുകൊണ്ട് അങ്ങേർക്ക് എന്തെങ്കിലും കൊടുക്കാനുള്ളവരുണ്ടെങ്കിൽ അത് കൊടുത്തങ്ങ് അവസാനിപ്പിക്കുക. ഒരുപാട് പേർക്ക് അത് അറിയാമെന്നും പറയുന്നുണ്ട് അവിടെ റോണു. അപ്പോൾ അറിയാവുന്നവർ അത് അവരോട് സംസാരിച്ച് അത് സോൾവ് ചെയ്യുന്നതല്ലേ നല്ലത്. ഒരു മരിച്ചുപോയ ഭർത്താവിൻ്റെ മേൽ ഇപ്പോൾ വന്ന് വിഷമം അവിടെ വന്നിരുന്ന് പറയണം എന്നുണ്ടെങ്കിൽ അത്രത്തോളം വിഷമവും സങ്കടവും ആ സ്ത്രീ അനുഭവിക്കുന്നത് കൊണ്ടാവില്ലേ. അതുകൊണ്ട്
അവരെ സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കുക, അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ. ഇനിയിപ്പോൾ എന്തെങ്കിലും തെറ്റിദ്ധാരണകളോ പ്രശ്നങ്ങളോ അവരുടെ ലൈഫിൽ ഇപ്പോഴും തുടരുന്നുണ്ടെങ്കിൽ അതെല്ലാം തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ തുറന്നു പറഞ്ഞ് തീർക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു. എന്തായാലും മരിച്ചുപോയ ഒരാളെ കുറിച്ച് മോശം പറയാനായിട്ട് ഇപ്പം ഞാൻ എന്തായാലും ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല. പക്ഷെ ഒരു സ്ത്രീ എന്ന നിലയിൽ അവരുടെ വിഷമങ്ങൾ കേട്ട സമയത്ത് എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോൾ സുചിത്ര എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് അതിൽ വളരെ മോശമായി സംസാരിച്ചു, ചില സംവിധായകരെ കുറിച്ച് അതിൽ സംസാരിക്കുന്നുണ്ട്, അവർ മോശമായി തൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അവർക്കെല്ലാവർക്കും തന്നെ ഇത് പരസ്പരം സംസാരിച്ച് തീർക്കാവുന്ന പ്രോബ്ലംസേ ഉള്ളൂ എന്ന് എനിക്കാണ് തോന്നുന്നത്. കൂടുതലായിട്ട് സുചിത്രയ്ക്ക് അവരുടെ ലൈഫിൽ താൻ കാരണം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ആ റോണുവിൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച് അത് സോൾവ് ചെയ്ത് അവർക്ക് വലിയ ക്യാഷ് കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കാനില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആ സ്ത്രീ അല്ലെങ്കിൽ ഒരുപാട് വിഷമിച്ച് മക്കൾക്ക് വേണ്ടിയിട്ട് അത്രയും കഷ്ടപ്പെട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഈ കല്യാണക്കാടുമ്പ കെട്ടുന്ന നൂലൊക്കെ കെട്ടിയിട്ട് ദിവസം 100-500 രൂപ വെച്ചിട്ടാണ് ഇപ്പോൾ കിട്ടുന്നത്, അതുകൊണ്ടാണ് ജീവിക്കുന്നതെന്ന് പറയുന്നത്. ഇത്രയും വലിയ സംവിധായകനായിരുന്നിട്ടും ഇത്രയും വലിയ ഫേമസ് ആയിരുന്നിട്ടും ഇപ്പോൾ ഭാര്യയും മക്കളും അദ്ദേഹത്തിൻ്റെ മരണശേഷം ജീവിക്കാനായിട്ട് കഷ്ടപ്പെടാണ്. അപ്പോൾ ഇത്രയും നാളും ഫ്രണ്ട്സ് ആയിരുന്നു കൂടെ നിന്നവർക്ക് ഇപ്പോഴാണ് അവരെ സഹായിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്.